കൊച്ചി പള്ളുരുത്തി സ്വദേശി ആദം ജോ ആന്റണിയുടെ തിരോധാനത്തിൽ പോലീസിന് തിരിച്ചടി. നിലവിലെ അന്വേഷണ സംഘം അപര്യാപ്തമാണെന്നും എസ്.പിയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മകനെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി പിതാവ് ആന്റണി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസിലാണ് നടപടി. ആദം ജോ ആന്റണിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പിതാവ് ആന്റണി ബുധനാഴ്ചയാണ് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചത്. 3 ദിവസത്തിനുള്ളിൽ എസ്.പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണ റിപ്പോർട്ട് അടുത്ത വെള്ളിയാഴ്ച സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകനായ ആഡം ജോ ആന്റണിയെ കാണാതായിട്ട് ഇന്നേക്ക് 118 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം 118 ദിവസം കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയും കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹർജി കൊടുത്തത്. ഹൈക്കോടതി ഹർജി കൊടുക്കുകയും അപ്രകാരം ഹർജി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നിലവിലുള്ള അന്വേഷണ ചുമതലയുള്ള പള്ളൂരുത്തി SHOനെ മാറ്റി സൂപ്പർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അപ്രകാരം ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷണം നടത്തി വെള്ളിയാഴ്ചത്തേക്ക് ഹൈക്കോടതി റിപ്പോർട്ട് ആരാഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ആദമിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. CA വിദ്യാർത്ഥിയായ ആദമിനെ കഴിഞ്ഞ ജൂലൈ 28-നാണ് കാണാതാവുന്നത്. പുലർച്ചെ 3 മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളുമായി ഇറങ്ങിയ ആദം പിന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. ആദത്തിനെ കണ്ടെത്തുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും എൻ്റെ കുടുംബവും. നിലവിലുള്ള അന്വേഷണത്തിൽ നാളിതുവരെ നമുക്ക് ആശാവഹമായ ഒരു പുരോഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നിയമത്തിലും കോടതിയിലും വിശ്വാസമുള്ളതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളുടെ പരിശോധന മാത്രമാണ് നടന്നിട്ടുള്ളത്. ആദമിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആദ്യഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും അന്വേഷണം മുന്നോട്ട് നീങ്ങിയില്ല. ഇതിനിടെ മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദമിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനു പിന്നാലെയാണ് പിതാവ് ആന്റണി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി.